Sorry. Okay, fine, sir. Sorry. Sir, കേൾക്കുന്നുണ്ട്, കണ്ടിന്യൂ. അപ്പോ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്താണ് നാർക്കോട്ടിക് ഡ്രഗ്സ്, എന്താണ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ്. അപ്പൊ നാർക്കോട്ടിക് ഡ്രഗ്സ് എന്ന് പറയുന്ന സാധനം നമുക്ക് പേര് കേട്ടാലെന്ന് അറിയാം, ഓഫ് സച്ച് ഐറ്റംസ് എഫക്ട്സ് അവർ സെൻട്രൽ നെർവസ് സിസ്റ്റം. നമ്മുടെ ശരീരത്തിലെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് നാർക്കോട്ടിക് ഡ്രഗ്സ്. സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ ദേ പ്ലേ വിത്ത് അവർ ഇമോഷൻസ്, അവർ തിങ്കിങ് കപ്പാസിറ്റി. അതാണ് സൈക്കോട്രോപിക്. സൈക്ക് എന്ന് പറയുമ്പോൾ തന്നെ ആ പേര് അതിലുണ്ട്, സൈക്കോട്രോപിക് സബ്സ്റ്റൻസ്. അങ്ങനെ തന്നെ പ്രിക്കേഴ്സർ കെമിക്കൽസ്, കൺട്രോൾഡ് കെമിക്കൽസ് എന്ന് പറയും. ഈ കെമിക്കൽസ് ഞാൻ മുന്നേ ഇതിനെ പറ്റി പറഞ്ഞു. ഇത് 5 ടൈപ്പ് കെമിക്കൽസ് ആണ്. അത് എസിറ്റിക് അൻഹൈഡ്രൈഡ് നമ്മൾ കേട്ടിട്ടുണ്ടാവും, പിന്നെ ആന്ത്രാനിലിക് ആസിഡ്, എസിറ്റൈൽ ആന്ത്രാനിലിക് ആസിഡ്, എഫിഡ്രിൻ, സൂഡോ എഫിഡ്രിൻ. ഇതൊക്കെ പറയുന്ന 5 കെമിക്കൽസ് ആണ്. ഈ കെമിക്കൽസ് അതിന്റെ ജെന്യുവിൻ യൂസ് അതിന് മാർക്കറ്റിലുണ്ട്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പർപ്പസിലുണ്ട്. പക്ഷെ ഇത് മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് നാർക്കോട്ടിക് ഡ്രഗ്സും സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ഉണ്ടാക്കാൻ പറ്റും എന്നൊരു ചെറിയ നോളജ് നമുക്ക് എപ്പോഴും ഉണ്ടാകണം. പക്ഷെ ഈ കെമിക്കൽസ് ഡയറക്ട്ലി നമുക്ക് കൺസ്യൂം ചെയ്യാനൊന്നും പറ്റില്ല. No one is addicted directly to these chemicals, but they are addicted to the products which are made through these chemicals. അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നാർക്കോട്ടിക് ഡ്രഗ്സിൽ തന്നെ ചില ബൈഫർക്കേഷൻ ഉണ്ട്. എന്താണ് നാർക്കോട്ടിക് ഡ്രഗ്സിലെ ബൈഫർക്കേഷൻ? 3 തരം ഡ്രഗ്സ് ആണ് നാർക്കോട്ടിക് ഡ്രഗ്സ് ഉള്ളത്. അത് നാച്ചുറൽ ഡ്രഗ്സ് ആണ്, പിന്നെ സെക്കൻഡ് സെമി സിന്തറ്റിക് ഡ്രഗ്സ്, സിന്തറ്റിക് ഡ്രഗ്സ്. കേൾക്കുന്നുണ്ടോ? അപ്പോ ഈ നാച്ചുറൽ ഡ്രഗ്സിൽ വരുന്ന ചില 2 കാറ്റഗറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കഞ്ചാവ് അല്ലെങ്കിൽ ഗഞ്ച പറയുന്ന സാധനം, അല്ലെങ്കിൽ മാരിയൂന എന്ന് പറയുന്ന സാധനം, ഓപ്പിയം, പിന്നെ കോക്ക പ്ലാന്റ്സ്. നാർക്കോട്ടിക് ഡ്രഗ്സിൽ വരുന്ന ഈ നാച്ചുറൽ ഡ്രഗ്സിൽ വരുന്ന 3 ഐറ്റംസ് ആണ് കഞ്ചാവ്, ഗഞ്ച, അല്ലെങ്കിൽ പിന്നെ ഓപ്പിയം ആൻഡ് കോക്ക പ്ലാന്റ്സ്. അപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം, കഞ്ചാവ് അല്ലെങ്കിൽ ഗഞ്ച എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും അതിനെ പറ്റിയ കെമിക്കൽ ക്ലൈമറ്റ് ഉണ്ട്, അതിന്റെ അഡാപ്റ്റബിൾ ക്ലൈമറ്റിക് കണ്ടീഷൻസ് ഉണ്ട്. അത് കാരണം അത് നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരിക്കലും അതിന്റെ ലീഗൽ കൾട്ടിവേഷൻ എവിടെയും ഗവൺമെന്റ് കൊടുത്തിട്ടില്ല. കഞ്ചാവ് എന്ന് പറയുമ്പോൾ അത് എപ്പോഴും ഒരു ഇല്ലീഗൽ കൾട്ടിവേഷൻ ആയിട്ടാണ് നമ്മൾ കണ്ടേക്കുന്നത്. പക്ഷെ അത് ഓപ്പിയത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഓപ്പിയം ഒരു ലീഗൽ കൾട്ടിവേറ്റഡ് പ്രൊഡക്റ്റ് ആണ്, അല്ലെങ്കിൽ ഓപ്പിയം ഒരു ലീഗൽ കൾട്ടിവേറ്റഡ് ക്രോപ്പ് ആണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് UP, രാജസ്ഥാൻ ആൻഡ് മധ്യപ്രദേശ്, ഇവിടെയൊക്കെ ഇതിന്റെ പട്ടയങ്ങൾ കൊടുക്കും. എന്തിനാണ് ഈ ഓപ്പിയത്തിന്റെ പട്ടയങ്ങൾ കൊടുക്കുന്നത്? ബിക്കോസ് വി ഗെറ്റ് മോർഫിൻ ഫ്രം ദിസ് പ്രൊഡക്റ്റ് ആൻഡ് 86 അതർ ഇൻഗ്രീഡിയൻസ്. ഇതിൽ കോഡീൻ ഉണ്ടാവും, തീബൈൻ ഉണ്ടാവും. ഈ ഓപ്പിയത്തിൽ നിന്ന് നമുക്ക് മെയിൻലി കിട്ടുന്നത് മോർഫിന് ആണ്. അത് ഒരു പെയിൻ കില്ലർ ആണ്. അത് ക്യാൻസറിനൊക്കെ ഇഞ്ചക്ഷൻസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പെയിൻ കില്ലർ, റിലാക്സേഷന് കൊടുക്കുന്ന ഒരു പെയിൻ കില്ലർ ആണ്. അതുമാതിരി കോക്ക പ്ലാന്റ്സ് ജനറലി ഇന്ത്യയിൽ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് അതിന്റെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഇവിടെ ഇല്ല. ദേ ആർ മെയിൻലി ഗ്രോൺ ഇൻ റീജിയൻസ് ലൈക്ക് ബ്രസീൽ, പറഞ്ഞ സദേൺ അമേരിക്കയിലാണ് അത് ഏറ്റവും കൂടുതൽ നമുക്ക് കൾട്ടിവേറ്റ്. അതും ഈ ഗാഞ്ച മാതിരി ഇല്ലീഗൽ കൾട്ടിവേഷൻ ആണ്, ഒരിക്കലും ഒരു ലീഗൽ കൾട്ടിവേഷൻ അല്ല. അപ്പോ നാച്ചുറൽ ഡ്രഗ്സിൽ വരുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, കഞ്ചാവ്, ഓപ്പിയം ആൻഡ് കോക്ക പ്ലാന്റ്സ്. അതുമാതിരി തന്നെ സെമി സിന്തറ്റിക് ഡ്രഗ്സ്. അപ്പോ നാച്ചുറൽ ഡ്രഗ്സ് കഴിഞ്ഞു, സെമി സിന്തറ്റിക് എന്ന് പറയുമ്പോൾ there is a mixture of natural products as well as some man-made chemicals. അതെന്താണ്? അതിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഹെറോയിനും കൊക്കൈൻ എന്ന് നമ്മൾ പറയില്ലേ, 2 കാര്യങ്ങളാണ്. ഹെറോയിൻ എന്ന് പറയുമ്പോൾ അത് ഓപ്പിയത്തിൽ നിന്ന് എടുക്കുന്നതാണ്. ഓപ്പിയത്തിൽ നമ്മൾ മോർഫിൻ എടുക്കുന്നു, പിന്നെ മോർഫിൻ പ്ലസ് ഒരു കെമിക്കൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, എസിറ്റിക് അൻഹൈഡ്രൈഡ്, അത് മിക്സ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഈ കിട്ടുന്നത്. ബ്രൗൺ ഷുഗർ എന്ന് പറയും, സ്മാക്ക് എന്ന് പറയും, പല പേരിൽ അത് അറിയപ്പെടും. അപ്പോ ഹെറോയിൻ, പിന്നെ കൊക്കൈൻ എന്ന് പറയുമ്പോൾ കോക്ക പേസ്റ്റ്, ഞാൻ പറഞ്ഞില്ലേ സദേൺ അമേരിക്കൻ കൺട്രീസിൽ കഞ്ചാവിനെ മാതിരി തന്നെ ഇല്ലീഗലി കൾട്ടിവേറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ്. അതിന്റെ പേസ്റ്റ് എടുത്ത് അത് ക്രഷ് ചെയ്തിട്ട് അതിന്റെ പേസ്റ്റ് ഹൈഡ്രോക്ലോറിക് ആസിഡ് അതിന്റെ കൂടെ മിക്സ് ചെയ്ത്, അല്ലെങ്കിൽ സൾഫർ, പൊട്ടാഷ്യം പെർമാംഗനേറ്റ്, ഇതൊക്കെ മിക്സ് ചെയ്യുമ്പോൾ കൊക്കൈൻ HCl അല്ലെങ്കിൽ കൊക്കൈൻ പൗഡർ നമുക്ക് കിട്ടും. അപ്പൊ അവിടെയും ഒരു മറ്റേ മാൻമെയ്ഡ് ഇതുണ്ട്, കെമിക്കൽ, ഒരു മിക്സ്ചർ ഓഫ്
മീൻസ് നാച്ചുറൽ പ്രൊഡക്റ്റ് ആസ് വെൽ ആസ് മാൻ മെയ്ഡ് കെമിക്കൽ. മൂന്നാമത്തെ കാര്യങ്ങളാണ് ഏറ്റവും ഡേഞ്ചറസ്. ഇന്ന് നിലവിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം ആണ് സിന്തറ്റിക് ഡ്രഗ്സ്. ദാറ്റ് മീൻസ് ഡ്രഗ്സ് വിച്ച് ആർ മെയ്ഡ് ടോട്ടലി ഔട്ട് ഓഫ് കെമിക്കൽസ്, അല്ലെങ്കിൽ രാസവസ്തുക്കൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ചില പദാർത്ഥങ്ങൾ. അതിനാണ് നമ്മൾ സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ എന്തൊക്കെയാണ്? നാച്ചുറൽ ഡ്രഗ്സ്, സെമി സിന്തറ്റിക് ഡ്രഗ്സ്, സിന്തറ്റിക് ഡ്രഗ്സ്. സിന്തറ്റിക് ഡ്രഗ്സിൽ പെടുന്ന പല കാര്യങ്ങളുണ്ട്. നമ്മൾക്ക് മെയിൻ ആയിട്ടുള്ള LSD, അല്ലെങ്കിൽ കെറ്റമൈൻ, അല്ലെങ്കിൽ ആംഫിറ്റിമൈൻ, അതിന്റെ വേറെ ഇതുണ്ട്, മെഥാംഫിറ്റിമൈൻ, മെഫെഡ്രോൺ, അങ്ങനെ പല കാര്യങ്ങൾ. ഏതൊക്കെ ഇഞ്ചക്ഷൻസ് ആണ്? ഇപ്പൊ ബുപ്രനോർഫിൻ ഇഞ്ചക്ഷൻസ് ഉണ്ട്, പിന്നെ പല മരുന്നുകളുണ്ട്, അല്ലെ? മെഡിക്കൽ പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻസ് ഉണ്ട്. ഡൈസെപ്പാം ആയിക്കോട്ടെ, ക്ലോണാസെപ്പാം ആയിക്കോട്ടെ, ലോറാസെപ്പാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ പല ആവിൻ ആയിക്കോട്ടെ. ഇതൊക്കെ ആന്റി ഡിപ്രസന്റ് മരുന്നുകളൊക്കെ ഈ മറ്റേ സിന്തറ്റിക് ഡ്രഗ്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ദേ കം അണ്ടർ ദ കാറ്റഗറി ഓഫ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ്. സിന്തറ്റിക് ഡ്രഗ്സ് എന്തൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ സൈക്കോട്രോപിക് സബ്സ്റ്റൻസിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. കഞ്ചാവ്, ഓപ്പിയം, കൊക്കൈൻ, ഇതൊക്കെ വരുന്നത് നാർക്കോട്ടിക് ഡ്രഗ്സിന്റെ കാറ്റഗറിയിലാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ. നാച്ചുറൽ ഡ്രഗ്സ്, സിന്തറ്റിക്, സെമി സിന്തറ്റിക് ഡ്രഗ്സ്, സിന്തറ്റിക് ഡ്രഗ്സ്. മനസ്സിലായില്ലേ? എല്ലാം ഇന്ന് ഏറ്റവും വലിയ പൊട്ടൻഷ്യലി ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനമാണ് മെറ്റാംഫിൻ. ഇതൊക്കെ നമ്മുടെ നാട്ടിലേക്ക് ഇന്ന് ചെറിയ തോതിലാണെങ്കിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വേരിയസ് റൂട്ട്സ് ഉണ്ട്. പണ്ടൊക്കെ കൊക്കൈൻ നമ്മുടെ ഇന്ത്യയിലേക്ക് ഡയറക്റ്റ് വരാറില്ല. ഇപ്പൊ കൊക്കൈനും വന്നു തുടങ്ങി. നമ്മൾ തന്നെ 2017 തന്നെ നമ്മൾ കൊച്ചിയിൽ കുറെ അധികം അതിന്റെ സീസേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോ നമുക്ക് ഈ കാര്യങ്ങൾ ചെറിയ ഐഡിയ മനസ്സിലായി. ഇതിനൊക്കെ മൂഡ് ഓൾട്ടറേഷൻ കപ്പാസിറ്റി ഉണ്ട്. ഓരോ മരുന്നിനും അതിന്റെ മൂഡ് ഓൾട്ടറേഷൻ കപ്പാസിറ്റി ഉണ്ട്. ഇപ്പൊ ഹെറോയിൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ, സ്മാക്ക് എന്ന് പറഞ്ഞാൽ അതൊരു ഡിപ്രസന്റ് ആണ്. കൊക്കൈൻ എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റിമുലന്റ് ആണ്. അഗെയിൻ സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞാലും അതൊരു ടൈപ്പ് ഓഫ് സ്റ്റിമുലന്റ് ആണ്. LSD എന്ന് പറഞ്ഞാൽ ഹാലൂസിജൻസ് എന്ന് പറയും. ഒരു വേറെ ലോകത്തേക്ക്, ഒരു പ്രത്യേക തരം ലോകത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഡ്രഗ് ആണ്. റിയാലിറ്റിന്ന് കുറച്ചു നേരം നമ്മൾ കട്ട് ഓഫ് ആവും. പിന്നെ തിരിച്ച് നമ്മളെ റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ അത് വീണ്ടും വീണ്ടും വേണം എന്നൊരു ആവശ്യം നമ്മുടെ മനസ്സിൽ അത് ക്രിയേറ്റ്. അപ്പൊ അതാണ് നമ്മൾ എപ്പോഴും പറയുന്നത് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ്. മനസ്സിലായില്ലേ? ഇതിന് ഓരോ മരുന്നുകൾക്കും ഓരോ മൂഡ് ഓൾട്ടറേഷൻ കപ്പാസിറ്റി ഉണ്ട്. ഇപ്പോ നമ്മള് പലപ്പോഴും പറയും ഇതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ ആൾക്കാർ കഞ്ചാവ് ഉപയോഗിക്കും. ഇത് കഴിഞ്ഞാൽ അവർ പതുക്കെ ഗ്രാജുവേഷൻ നടത്തി പല ഹൈ മോഡ് ഡ്രഗ്സ് അല്ലെങ്കിൽ ഹൈ എൻഡ് ഡ്രഗ്സിലേക്കും വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈ എൻഡ് ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട് തീരെ താഴെ ലെവലിൽ വരുന്ന നമ്മൾ പല അഡിക്ഷനും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊന്നും കിട്ടാത്ത സാഹചര്യത്തിൽ ഇതിനൊക്കെ കാശ് വേണ്ടേ? ഇതിനൊക്കെ കാശ് വേണം. കഞ്ചാവ് ആണെങ്കിൽ ചെറിയ പൊതിക്ക് 500 രൂപ 1000 രൂപയൊക്കെയാണ്. ഒക്കെ എന്നൊക്കെ പറയുമ്പോൾ 7000 രൂപയ്ക്കാണ് പ്രൊഡക്റ്റ്. 5000-7000 രൂപയാണ് പെർ ഗ്രാം. ഹെറോയിൻ എന്ന് പറയുന്നത് കാശ് വേണം. അപ്പോ ഇതൊന്നും കിട്ടാതെ ആവുമ്പോഴാണ് ചില കഞ്ചാവ് നമുക്ക് മേടിക്കാൻ പറ്റിയില്ലെങ്കിലും അതിനേക്കാൾ താഴെയുള്ള പ്രൊഡക്ട്സിലേക്ക് വരും. ചിലവർ പെട്രോൾ ഉപയോഗിക്കും, ഡീസൽസ്, പല രാസവസ്തുക്കൾ, പല സാധനങ്ങൾ അവർക്ക് ഉപയോഗിക്കാവുന്ന ഗതികേട് ആ ഗതികേടിലേക്ക് കൊണ്ടുപോകും. എപ്പോഴും ഞാൻ അത് കാരണം പിള്ളേരോട് പ്രത്യേകിച്ച് പറയും, ഡ്രഗ് അഡിക്ഷൻ ഇത് വൺ വേ ടിക്കറ്റ് ആണ്. വൺ വേ ടിക്കറ്റ്. ഒരിക്കൽ നിങ്ങൾ ആ ഓപ്പണിംഗിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ there is no exit. Even though there is an exit, if you come out of that, ഒരു റിലാപ്സിന്റെ കണ്ടീഷൻ എപ്പോഴും അതിൽ നമുക്ക് നിലനിൽക്കുന്ന ഒരു പേടി എപ്പോഴും ഈ ഡ്രഗ് അഡിക്ട്സിൽ ഉണ്ട്. കുറെ ഡ്രഗ് അഡിക്ട്സ് മാറിയിട്ടുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. എവ്രി വൺ, കുറെ ആൾക്കാർ അതിൽ ചേഞ്ച് ചെയ്തു. ഞാൻ എന്നെ പേഴ്സണലി നമ്മൾ ട്രെയിനിങ്ങിലൊക്കെ ഹൈ എൻഡ് ഡ്രഗ്സ് എടുത്തു. ഒരു സൂപ്പർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാർ, കേൾക്കുന്നുണ്ട്. അപ്പോ ഹൈ എൻഡ് ഡ്രഗ്സ് ഉപയോഗിച്ച ആൾക്കാര് ഇന്ന് വളരെ എക്സ്പേർട്ട് ഒരു പാരാഗ്ലൈഡറാണ്. അയാൾ വന്നിട്ട് അയാളുടെ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ ഡ്രഗ്സ് ഒക്കെ ഇതൊന്നും കിട്ടാത്ത അവസ്ഥയിലേക്ക് അവർ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ്. പിള്ളേര് ഏത് ലെവലിലേക്കും പോകാൻ തയ്യാറാണ്. ഇതൊന്നും കിട്ടാത്ത അവസ്ഥയിലാണ് അവര് കളവ് നടത്തുന്നത്. കളവ് നടത്താൻ പറ്റിയില്ലെങ്കിൽ കൊല്ലാൻ പോലും മടിക്കാത്ത സംഭവങ്ങളാണ്. അമ്മ പെങ്ങളെന്നും തിരിച്ചറിയാത്ത സർക്കംസ്റ്റാൻസസിലേക്ക് പോകുന്നുണ്ട് പിള്ളേര്.
ATM പോയി കക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് നാച്ചുറലി ഇതിന്റെ കോൺസിക്വൻസ് അറിയില്ല. അന്നത്തെ അവരെ ഡിമാൻഡ് സാറ്റിസ്ഫൈ ചെയ്യണം. ഇതാണ് അവരെ പ്രശ്നങ്ങൾ. ഈ അഡിക്ഷനിലേക്ക് പോയാലുള്ള പ്രശ്നങ്ങൾ ഇന്ന് ഞാൻ നിലനിൽക്കണം, മനസ്സിലായില്ലേ? നാളത്തെ കാര്യങ്ങൾ എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. അപ്പൊ ഇന്ന് ഞാൻ എടുത്തു കഴിഞ്ഞാൽ നാളെ എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ ഒരു ഡോസ് കിട്ടുമോ? അതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ നല്ല ഭക്ഷണം കിട്ടുമോ, എനിക്ക് നല്ല എന്റെ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ, എനിക്ക് പാരന്റ്സിനെ നോക്കാൻ പറ്റുമോ, ഇതൊന്നും അല്ലാണ് എന്റെ ചിന്ത, മനസ്സിലായില്ലേ? പഠിപ്പ് പോവാണ്, ജോലി കൈവിട്ടു പോവാണ്, ആൾക്കാരെ ക്രിയേറ്റിവിറ്റി വിട്ടു പോവാണ്. അപ്പൊ ഈ നില വരുമ്പോഴാണ് പിള്ളേരെ എന്തും ചെയ്യാൻ പഠിക്കുക. നമ്മളിപ്പോ വാട്സപ്പിൽ തന്നെ പലതും കാണും, അല്ലെ? പല ഈ സൂംബ മാതിരി ഒരു ഡ്രഗ് ഒക്കെ വന്നിട്ടുണ്ടെന്നാ പറയണത്. അത് ഇന്ത്യയിലേക്കൊന്നും കടന്നിട്ടില്ല. റഷ്യയില് ഈ ഹെറോയിൻ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനമായിട്ടാണ് കിട്ടുന്നത്. ക്രൊക്കോഡിൽ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മേത്തുനിന്ന് അല്ലെങ്കിൽ ശരീരത്തിന് സ്കിൻ അടർന്നു പോകും. നമുക്കറിയില്ല. വി ക്യാൻ സീ ദ റെഡിഷ് പാർട്ട് ഇൻസൈഡ്. നമുക്ക് അത് കാണാൻ പറ്റില്ല. അത് കാണാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. നമുക്ക് അങ്ങനത്തെ ഒരു ഡ്രഗ് ഉണ്ട്. ഫോർച്ചുനേറ്റ്ലി അതൊന്നും ഇന്ത്യയിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. പല ഡ്രഗ്സ് നമ്മളിപ്പോ വാട്സപ്പിൽ തന്നെ സർക്കുലേറ്റ് ചെയ്യുന്നത് ഒരു സൂംബ ഡ്രഗ്. അത് ഓസ്ട്രേലിയയും ബ്രസീലും ചൈന അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ സത്യാവസ്ഥ എന്താണ് നമുക്കറിയില്ല. അപ്പോ നമുക്ക് ഈ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴും നമുക്ക് ചെറിയൊരു ഐഡിയ ഇതിനെപ്പറ്റി ഉണ്ടായിരുന്നാൽ മാത്രമാണ് നമുക്കിത് തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ, കുട്ടികൾക്ക്. അപ്പൊ നമുക്ക് എപ്പോഴും അറിയാം, എനിക്ക് എപ്പോഴും പേടിയുണ്ട് സ്കൂളിൽ പോയി പറയുമ്പോൾ ഇത് തിരിച്ചടിക്കുക അല്ലെങ്കിൽ ബാക്ക് ഫയർ ആവുക. പക്ഷെ ഞാൻ എപ്പോഴും അന്നും പറയും, ഇതെന്റെ ജോലിയാണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഇത് നാളെ ഒരു കുട്ടിക്ക് ഉണ്ടാവാൻ പാടില്ല, അല്ലെ? ഒരു 100 കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് 2 കുട്ടികളെങ്കിലും ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരിതിന്ന് പിന്മാറുകയാണെങ്കിൽ അത് നമ്മുടെ ഏറ്റവും വലിയ വിജയമാണ്. അതൊരു വിജയമാണ്. നമുക്കറിയാം, ഈ 100 കുട്ടികളെ നമുക്ക് പറഞ്ഞ് മനസ്സിലാവും. അതിൽ 100 കുട്ടികളിൽ ചിലപ്പോ 10-15 പേര് ചിലപ്പോ ഇത് വലിക്കുന്നവരുണ്ടാവും. അപ്പോ ഈ കാര്യങ്ങള് അല്ലെങ്കിൽ ഇത് പറഞ്ഞു കൊടുത്താൽ മാത്രമാണ് ഇത് അവർക്ക് മനസ്സിലാവുള്ളൂ. ഇതിന്റെ കോൺസിക്വൻസസ് പറഞ്ഞു കൊടുത്താൽ മാത്രമാണ് ഈ കാര്യങ്ങൾ അവർക്ക് ശരിക്കും മനസ്സിലാവുള്ളൂ. അതിലും പിള്ളേരുണ്ട്, ദേ നെവർ കെയർ. ആ സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുത്താലും അവർക്ക് യാതൊരു കൂസലില്ലാണ്ട് ഇത് അവർ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ്. പക്ഷെ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അവരെ തിരിച്ചു കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇങ്ങനെയൊക്കെ ഞാൻ ശരിക്കും അട്ടർ ഫെയിലിയർ ആയിരുന്നു 2 കുട്ടികളുടെ കാര്യത്തില്. എനിക്കത് അവരെ പറ്റിയില്ല. ഒരു പയ്യൻ തിരിച്ചു വന്നു, അവനെ ഞാൻ ട്രീറ്റ്മെന്റ് സെന്ററിലൊക്കെ ആക്കി. പക്ഷെ 2ാമത്തെ പയ്യന്റെ കേസിൽ എനിക്ക് തീരെ പറ്റിയില്ല. അപ്പൊ എനിക്ക് വളരെ ശരിക്കും വിഷമം ഉണ്ടായിരുന്നു. ബിക്കോസ് ഐ കുഡ് നോട്ട് ബ്രിങ് ഹിം ടു ദ മെയിൻ സ്ട്രീം. നമുക്ക് പറ്റിയില്ല. അവന്റെ അമ്മ, പെങ്ങള് അല്ലെങ്കിൽ അവന്റെ ബ്രദർ, അച്ഛനും ഒക്കെ അനുഭവിക്കുന്ന കാര്യങ്ങളുണ്ട്. അത് നമ്മൾ കണ്ട് മനസ്സിലാക്കിയത് ഞാൻ പേഴ്സണലി കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു പാരന്റ് വന്നു, അമ്മ വെറുതെ നടക്കുമ്പോൾ അല്ലെങ്കിൽ പെങ്ങളൊക്കെ നടക്കുമ്പോൾ വെറുതെ കത്തലെടുത്ത് കുത്തുക, അല്ലെങ്കിൽ സൂചി എടുത്ത് കുത്തുക, ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആ പയ്യൻ നമ്മുടെ ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറെ കാര്യങ്ങൾ അവനോട് പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ മാഡത്തിനോട് ആ കാര്യം, പക്ഷെ ഇന്ന് ആ പയ്യൻ നല്ലൊരു IT ഫേമിൽ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ എത്രത്തോളം അവൻ ഇതിന്ന് പോന്നിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ കാര്യങ്ങള് സപ്ലൈ റിഡക്ഷനും ഡിമാൻഡ് റിഡക്ഷൻ ടാൻഡമിൽ വർക്ക് ചെയ്താൽ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു കോർഡിനേഷനിൽ വർക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ ഇപ്പോഴും ഐ വിൽ ഗിവ് മോർ പ്രിഫറൻസ് ടു ഡിമാൻഡ് റിഡക്ഷൻ തന്നെയാണ്. നമുക്ക് സ്ഥിരമായിട്ട് ഇത് കണ്ടിന്യൂ ചെയ്താൽ മാത്രമാണ് നമുക്ക് വരാൻ പോകുന്ന ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഇപ്പൊ ഈ കണ്ടീഷൻസ് ഒക്കെ വന്ന കാരണം പിള്ളേരൊന്നും പുറത്ത് പോകില്ല എന്ന് നമുക്ക് ഊഹിക്കാം. ഇപ്പോഴും പക്ഷെ നടക്കുന്നുണ്ടാവും പല കാര്യങ്ങളും, വീട്ടിലോ അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും. നമ്മളത് അറിയണമുണ്ട്. പക്ഷെ നമുക്ക് ഈ കണ്ടീഷൻസിൽ ചിലപ്പോൾ അതിന്റെ പോയ ഒരു ഇനീഷ്യേറ്റീവ് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങളാണ്. എന്തായാലും ഈ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയേ പറ്റൂ. കേരളത്തിലാണെങ്കിൽ ഞാൻ പറയാം, കേരളം വളരെയധികം നമുക്ക് പറയാം പിള്ളേരൊക്കെ വളരെയധികം മോശമായിട്ടുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോ നമ്മുടെ കേരളമായിട്ട് നമുക്ക് പറയേണ്ടി വരികയാണ്. ഞാൻ പോകുന്ന സമയത്ത് തന്നെ കണ്ടീഷൻ എങ്ങനെയാണെങ്കിൽ ഈ സമയത്തൊക്കെ എത്രയോ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഓരോ ദിവസവും പുതിയ കോൺട്രാബാൻഡാണ് വരുന്നത്. അവരെ കണ്ടുപിടുത്താണ്, നമ്മൾ മാത്രമല്ല അവരെ കണ്ടുപിടുത്താണ്. ഓരോ കാര്യങ്ങള് ഇപ്പൊ പെപ്സിയില് പോയിട്ട് പല കാര്യങ്ങൾ ഒഴിച്ചു കുടിക്കുക, കെമിക്കൽസ് ഒക്കെ ഒഴിച്ചു കുടിക്കുക, അല്ലെ? മരുന്നുകൾ നൈട്രാസാമും ഡൈസാമാമും ഒക്കെ പെപ്സിയിൽ
കുടിക്കുക, മറ്റേ കോക്ടെയിൽ ആക്കുക, കോൾഡ് ഡ്രിങ്ക്സിൽ കുടിക്കുക, അത് ചെയ്തിട്ട് പല പരാക്രമങ്ങളും ചെയ്യുന്ന പിള്ളേരുണ്ട്. അപ്പൊ ഒന്നും കിട്ടാത്ത അവസ്ഥയാകുമ്പോ ഇതും ചെയ്യും അവര്. മനസ്സിലായില്ലേ? സാധാ കാര്യങ്ങൾ എടുത്ത് അതിനെ മാറ്റി പല അവർ തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ചെയ്തിട്ട് അവര് വലിക്കുന്ന സമയമാണ്. പല കണ്ടീഷൻസിലും നമ്മുടെ കുട്ടികളെ നമ്മൾ ബാംഗ്ലൂർ വെച്ചിട്ട് തന്നെ നമ്മൾ റെയ്ഡ് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട്. വളരെ ഒരു പൊട്ട അവസ്ഥയാണ് അത്. വളരെ ഒരു നമുക്ക് സങ്കടം തോന്നും. അപ്പോ ഇതൊക്കെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകണം, നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യണം. NCB ആയാലും ഏത് ഓർഗനൈസേഷൻസിലായാലും they have to work along with the NGOs so that we can come up with a good result. I mean, we can get a good goal. We can culminate, our work can culminate into a good goal. We can yield results. And we know, നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതൊരു പെർമനന്റ് ഇറാഡിക്കേഷൻ നമുക്ക് ഒരിക്കലും പറ്റില്ല. അത് കാരണം നമ്മൾ എപ്പോഴും പറയണത് വി ക്യാൻ കർബ് അല്ലെ, വി ക്യാൻ റെസ്ട്രെയിൻ, അല്ലെങ്കിൽ വി ക്യാൻ പ്രിവെന്റ്. അത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ടോട്ടൽ ഇറാഡിക്കേഷൻ ബുദ്ധിമുട്ടാണ്. ഇറ്റ്സ് എ വെരി വാസ്റ്റ് ഫീൽഡ്, വെരി വേരിയസ് ടൈപ്പ് ഓഫ് കോൺട്രാബാൻഡ്സ് ആൻഡ് വേരിയസ് യൂസേജസ്. അപ്പോ ഇതോടുകൂടി ഞാൻ എൻ്റെ ഒരു ഇന്ററാക്ഷൻ നിർത്താണ്. എല്ലാവർക്കും ഇത് ഒന്ന് ക്ലിയർ ആയി എന്ന് തോന്നുന്നു അല്ലേ? കാര്യങ്ങൾ I am ending with these words. ഞാൻ അധികം സംസാരിക്കുമ്പോ കുറെ ഇതാവും, കുറെ ബോറടിക്കും. അപ്പോ ഇതൊരു ചെറിയൊരു ഇന്ററാക്ഷൻ ആയിരുന്നു. ഇതിന്ന് കുറച്ച് പേർക്ക് ബെനിഫിറ്റ് അല്ലെങ്കിൽ കുറച്ച് പിള്ളേർക്ക് മനസ്സിലായിട്ടുണ്ടാവും. പാർട്ടിസിപ്പൻസിനൊക്കെ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. പിന്നീട് എപ്പോഴെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ നിങ്ങളെ നേരിട്ട് വന്നിട്ട് അവിടെ തന്നെ നമുക്ക് വല്ല ക്ലാസ് എടുക്കാം, അല്ലെങ്കിൽ കോളേജസിലോ. I hope if I can come back to Chennai and join you again. Once you left, we have lost touch of this office. We tried our best, but Sarne atre oru proactive oru chair edutha aalilla. So we do miss working with your NCB. Thank you. And I also miss your association very badly, because I am generally more interested in such work. നമുക്ക് ഇതുണ്ട്, പക്ഷെ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അത് പറയാൻ നമുക്ക് പറ്റില്ല. നമുക്കൊരു സ്കൂളിൽ കോളേജിൽ പോയിട്ടൊക്കെ ഇത് പറഞ്ഞു കൊടുത്താലും ആ ദിവസം നമുക്കൊരു സമാധാനമാണ്. നമുക്ക് ഇത്ര പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയ അതിൽ എത്ര നേരെയാവണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് തന്നെ ഒരു വളരെയധികം എന്താ പറയുന്നത്, ഒരു സാറ്റിസ്ഫാക്ഷൻ, സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അപ്പൊ anyhow, it was a good opportunity of interacting with you everybody after a long time. And ഈ ക്വാറന്റൈൻ വളരെ സക്സസ്ഫുൾ ആയി. ഇന്ന് ക്വാറന്റൈനിലായിരിക്കുമ്പോഴും നമുക്കൊരു ഇന്ററാക്ഷൻ നടന്നു. അപ്പൊ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയെങ്കിൽ വളരെ നല്ലതാ. നമുക്ക് we can actually plan something. ഒരു സാറിന്റെ ഒരു ഷെഡ്യൂൾ ഒക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ we can slowly ഒരു ക്ലാസ് ലെവലിലേക്ക് once a month, once a week we can do something. We definitely learn a lot from you. ഇപ്പൊ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആർക്കെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറ്റുന്നതാണ് ടീമിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളവര്. സാറിന് ടൈം ഉണ്ട് സാറേ? Are you okay with taking some questions? Oh. ടീം അൺമ്യൂട്ട് ചെയ്തിട്ട് വേണം ചോദിക്കാൻ കേട്ടോ. Pethidine comes under what category? Synthetic? അതൊരു synthetic drug ആണ്. And it comes under the category of psychotropic substance. Okay. എന്ത് മരുന്നുകളാണെങ്കിലും it comes under the category of psychotropic, and it is a synthetic drug. Go ahead. അല്ല, നമ്മളിപ്പോ ഈ ഡിസൈനർ, പുതിയ ഒരു കൺസെപ്റ്റ് ഉണ്ട്, ഡിസൈനർ ഡ്രഗ്സ് എന്ന് പറഞ്ഞ മാതിരി, MDMA, എക്സ്റ്റസി എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ ഈ സൈക്കോട്രോപിക് സബ്സ്റ്റൻസിന്റെ അണ്ടറില്ല. പെത്തിഡീൻ it's a psychotropic substance only, though it is used for medically prescribed medicine. പക്ഷെ അത് surgery. But this demand reduction is a continuous effort. There's no end to it, no? You have to continuously work on it consciously as a society. Demand reduction, right? Right, yes. And it's getting more complicated as
Like sir was As time saying, goes. yeah, as time passes, it is getting more complicated, and because of the complexity of what is coming into the market, and also the innovative methods for people to transport and use these things. So Yeah. Recently, we saw a news item where in a Bangalore flat, they were using LED lights to grow. Remember yeah, that news item? marijuana. Yes, sir was in Bangalore that time. Those days, he took charge in Bangalore and then recently moved to Hyderabad. So, has he dropped off? When sir drop off ആയോ? സർ ഡ്രോപ്പ് ചെയ്തെന്ന് തോന്നുന്നു. സർ വരുമായിരിക്കും, ഞാൻ ചോദിക്കാം. മിസ് ചെയ്യുന്നുണ്ട് അല്ലേ? മിസ് ചെയ്യുന്നുണ്ട് ശരിക്കും. വേണു സാറിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സപ്പോർട്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പം ടീം കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് ഒരു ഫുൾ ബാക്ക് എന്നാ പറയുന്നത് സപ്പോർട്ടായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബോഡിയാണ് NCB. നമുക്ക് എന്ത് വേണേലും ധൈര്യപൂർവ്വം ചെയ്യാമായിരുന്നു എല്ലാവരുടെ കാര്യത്തിലും. Because we had the backing, and it is one of the highest offices in the country for this. നമ്മുടെ സ്റ്റേറ്റ് എക്സൈസിന് പോലും അത്രയും involvement ഇല്ലായിരുന്നു നമ്മുടെ കൂടെ. So let's see, we should renew those contacts. You remember the whole team, isn't it, Gopal? Yeah, sure. They would come like one full police cadre. They'll come into the office, and it was a nice time those days. പറഞ്ഞിട്ട് കാര്യമില്ല, കോംപ്ലെക്സിറ്റി കൂടുന്തോറും they won't have the time for people like us. It's just going to be so much work. സാറിന് കിട്ടുന്നുണ്ടോ നീനു? ഇല്ല സാർ, മെസ്സേജും റീഡ് ചെയ്യുന്നില്ല. ഐ തിങ്ക് ഓക്കെ, സം കണക്ടിവിറ്റി മസ്റ്റ് ബി. ഇറ്റ്സ് എ വെരി നൈസ് സെഷൻ. സാറിന് നല്ലൊരു 2-3 മണിക്കൂറിന്റെ സെഷൻ ഉണ്ട് 2-3 ടോപ്പിക്കില്. നിനു ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് ശാലിനിയായിട്ട്, ഇഫ് യു ക്യാൻ ടേക്ക് ഹിം സ്പെസിഫിക്കലി ആ ഒരു also show him how, if he doesn't have a laptop, അതെങ്ങനെ നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അയച്ചു തന്നിട്ട് നിങ്ങൾ സ്ക്രീൻ ഷെയർ ചെയ്താലും മതി. It's got a fantastic presentation on how the drug looks, how it is ingested, what is the kind of reactions expected, what is the fatality of each drug. അങ്ങനത്തെ ഒരു നല്ലൊരു 1 hour presentation ഉണ്ട്. ഒരു സെക്കൻഡ്. സാറിന്റെ കണക്ഷൻ പോയത്, അപ്പൊ ലിങ്ക് ഒന്നും കൂടെ ഒന്ന് അയച്ചു കൊടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. So NCB the body ആണ്. When I go to Vienna UN ൽ പോകുമ്പോൾ they have a representation at the desk. അപ്പം ഈ ബോഡിയിലെ റെപ്രസെന്റേഷൻ ആണ് നമുക്ക് PNL ഡിസ്കഷൻസിന് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. സോ ഓൾ ഹിസ് ബോസസ് അറ്റ് ദ സെന്റർ ഇവിടെ വന്നായിരുന്നു നമ്മുടെ പ്രോഗ്രാമിന്. നമ്മുടെ ഗ്ലോബൽ പ്രോഗ്രാം ചെയ്തിട്ടായിരുന്നു WFAD അർഫാഡിന്റെ റെപ്രസെന്റേഷൻ ഉണ്ടായിരുന്നു. ബട്ട് ശ്രീവാസ്തവ എന്ന് പറയുന്ന ഒരു സാറാണ് നമ്മൾ സെന്ററിൽ അറിയുന്നത്. അപ്പം they are the ones who sit on the chair. അവിടെ ഒരു ചെയർ ഉണ്ട്. എല്ലാ കൺട്രിക്കും ഒരു റെപ്രസെന്റേറ്റീവ് ചെയർ ഉണ്ടാവും. ആ ചെയറിൽ 2 people sit. One is from the NCB's office and the other is the country ambassador. ഈ 2 പേർക്ക് അവിടെ ചെയർ ഉണ്ടാവുള്ളൂ. അപ്പം this is the office and the body that represents at the UN as well. Sir is back. Great. സറൗണ്ട് അവിടെ ഞാൻ ഇടയ്ക്കൊന്ന് ഇത് പോയി, കണക്ഷൻ ഇന്റർനെറ്റ് ഡ്രോപ്പ് ആയി അല്ലേ? വേറെ ആരാണ് വല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടോ? I was just filling in till you come back, talking about how we used to work together and കൊടുക്കായിരുന്നു. DDG രാജേഷ് ശ്രീവാസ്തവ സാർ അങ്ങേര് VNLക്ക് മാറിയില്ല, ഫുൾ ടൈം അവിടെയാണ് ഇപ്പം ചെയറിലാണ്. ഇപ്പൊ പോവും 2 കൊല്ലത്തിന്റെ ഇതിന് പോവും. He has been nominated for that. Okay, I was just telling the team that VNL പോകുമ്പോൾ 2 ചെയർ ഉണ്ട്. One is the ambassador and second is the NCB official.
അതെ അതെ അപ്പം ശ്രീവാസ്തവ സാറിന്റെ ടീം അറിയും, ബിക്കോസ് നമ്മൾ ആ ഒരു വി ഡിഡ് ഏഷ്യ റീജിയണൽ കോൺഫറൻസ് സാറിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ബ്രൂണോ സാറാ വന്നേ ഓഫീസിന്. അപ്പൊ ശ്രീവാസ്തവ സാർ ഫ്രം ദ സെന്റർ ഹാഡ് അഗ്രീഡ് ടു കം. ലാസ്റ്റ് മൊമെന്റ് ഇങ്ങനെ സം ചേഞ്ചസ് ഹാപ്പൻഡ് ആൻഡ് ഹി കുഡന്റ് ആൻഡ് ഹി നോമിനേറ്റഡ് ബ്രൂണോ സാറും സാറിനെയും. I was just telling them at that chair, I have met your team എന്നുള്ളത്. In fact, എൻ്റെ ഒരു closing I was speaking and behind me Srivastava sir ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ വീഡിയോസിലൊക്കെ he is very keenly watching what is she going to say എന്നുള്ളത്. അപ്പം സാറുണ്ട് ഞങ്ങളുടെ വീഡിയോ കവറേജിൽ of me when I'm addressing Venda and asking the chair about the future of certain products and CB categorize ചെയ്യുന്ന ചില പ്രൊഡക്ട്സിന്റെ കാറ്റഗറൈസേഷന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് എന്നെ അയപ്പിച്ചിരുന്നേ. അപ്പൊ അത് ചോദിക്കുന്ന സമയത്ത് ശ്രീവാസ്തവ സാർ ഇസ് റൈറ്റ് ബിഹൈൻഡ് us. സാറ് വന്നിട്ട് വേണം, once you come back to Chennai, we are hoping we can renew all those contacts and work together. Questions ഉണ്ടോ ടീമിന്? Do you want to know more? Because I was just telling Venu sir, സാറിന് നല്ലൊരു presentation ഉണ്ട് 1 hour അല്ലേ. What are the kinds of drugs and the fatalities എന്താ അതിന്റെ ഇതൊക്കെ ഉള്ളത് ഉണ്ടല്ലോ. അപ്പം if you are willing further to associate on this kind of a webinar, സാറ് PPT സാറിന്റെ ലാപ്ടോപ്പ് ഇല്ലേലും നീനുവിന് അയച്ചു കൊടുത്താൽ നീനു അത് പ്ലേ ചെയ്യും. അപ്പൊ സാറിന് അത് കണ്ട് ഞങ്ങളെ ക്ലാസ് എടുക്കാം. നമുക്ക് ഈ ക്വാറന്റൈനിന് പുറത്തേക്ക് കിടന്നാൽ നമുക്ക് അതിന്റെ ഇതുണ്ടാവും, അതിന്റെ ഫെസിലിറ്റി ഉണ്ടാവും. ശരി സർ, ശരി ശരി. So you can work with Nino. സാറിന്റെ ഒരു അവൈലബിലിറ്റി അനുസരിച്ച് I was telling the team, they have not seen. ഞങ്ങൾ ഇനിഷ്യൽ ടീം ഒക്കെ അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. വെരി ഇൻഫർമേറ്റീവ് ആണ്. അപ്പം സാറിട്ട് സമയം കിട്ടുമ്പോൾ you can please let us know and we can have that. Anybody with questions now? Questions ഉണ്ടോ ടീമിന്? ഹലോ സർ. രേഷ്മയാണ് സാർ. ഒരു അക്കാഡമിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്യായിരുന്നു. ഒന്ന് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് NCBയിലെ, അതുകൂടെ സാറിന് പറയാറുണ്ടെങ്കിൽ. ആക്ച്വലി നമ്മള് ഒരു അക്കാഡമി ഒരു അതിന് നിലവിൽ വന്നത് അത് ഒരു പേപ്പറിലാണ് വന്നിട്ടുള്ളത്. ഇതുവരെ അത് ക്ലിയർ ആയിട്ടില്ല. ഒരു നാഷണൽ അക്കാഡമി എന്ന് പറഞ്ഞിട്ട് നാർക്കോട്ടിക്സിന്റെ തന്നെ ഒരു അക്കാഡമി വരാൻ പോകുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇതുവരെ പേപ്പറിൽ വന്നിട്ടുള്ളൂ. അതിന്റെ ഇംപ്ലിമെന്റേഷൻ ഇതുവരെ ആയിട്ടില്ല. ചിലപ്പോ അങ്ങനത്തെ ഒരു കാര്യം അങ്ങനത്തെ ഒരെണ്ണം വരും. പിന്നെ ഒരു മ്യൂസിയം പറഞ്ഞാൽ പല പ്രൊഡക്ട്സ് വെച്ചില്ല ഈ കാര്യങ്ങളൊക്കെ കാണിക്കാൻ നമുക്ക് പലപ്പോഴും നമുക്ക് ഈ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാവില്ല. ഏതാണത് കോൺട്രബാൻഡ് അല്ലെ? നമ്മള് ചിലപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നമുക്ക് ചെറിയ, പക്ഷെ ഈ എഡിക്സിനെ സംബന്ധിച്ചിടത്തോളം അവരെന്താണ് ഉപയോഗിക്കുന്നത് അതൊക്കെ നമുക്ക് അറിയണമെങ്കിൽ അത് എന്താണെന്ന് നമുക്ക് അറിയണ്ടേ അല്ലെ? അപ്പൊ അതിന്റെ ഒരു മ്യൂസിയം അങ്ങനെ വരുന്നുണ്ടെന്നൊക്കെ കേട്ടു. ഇതുവരെ ഒന്നും ആയിട്ടില്ല. സെക്കൻഡ്ലി ഈ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ നമുക്ക് ഈ കമ്പൈൻഡ് ഗ്രാജുവേഷൻ ലെവൽ എക്സാംസ് വരുന്നുണ്ട് അല്ലെ, CGL. അതില് നാർക്കോട്ടിക്സ് ഇന്റലിജൻസ് ഓഫീസേഴ്സ് ആയിട്ട് കുറച്ച് അതിന്റെ പോസ്റ്റ് ഉണ്ട്. സർവൈലൻസ് അസിസ്റ്റൻസിന്റെ പോസ്റ്റ് ഉണ്ട്. സർവൈലൻസ് അസിസ്റ്റൻസിന്റെ പോസ്റ്റ് ഉണ്ട്. പിന്നെ അസിസ്റ്റൻസിന്റെ പോസ്റ്റ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ കമ്പൈൻഡ് ഗ്രാജുവൽ ലെവൽ എക്സാമിനേഷൻ. ഇതിൽ ഗ്രാജുവേഷൻ കമ്പൽസറി ആണ്. സയൻസ് ആണെങ്കിൽ കുറേ കൂടി വളരെ മെച്ചപ്പെട്ടതായിരിക്കും. അപ്പോ നിങ്ങൾക്ക് ഈ കമ്പൈൻഡ് ഗ്രാജുവൽ എക്സാമിനേഷൻ ഒന്ന് മോണിറ്റർ അല്ലെങ്കിൽ ഫോളോ ചെയ്യേണ്ടി വരും. അതൊരു സ്റ്റാഫ് സെലക്ഷന്റെ എക്സാമിനേഷൻ തന്നെയാണ്, നാഷണൽ ലെവൽ എക്സാമിനേഷൻ ആണ്. അതിൽ ഇന്റലിജൻസ് ഓഫീസേഴ്സിന്റെയും റാങ്കിനൊക്കെ വരുന്നുണ്ട്, പരീക്ഷ വരുന്നുണ്ട്. അപ്പൊ ഓപ്പർച്യൂണിറ്റി അങ്ങനെയുള്ളൂ. നമ്മൾ സാധാരണ എങ്ങനെയാ കസ്റ്റംസ് ഇൻകം ടാക്സിനൊക്കെ അപ്പിയർ ചെയ്യണ് ആ രീതിയിൽ തന്നെയാണ് NCBക്ക് നമുക്ക് ഓപ്പർച്യൂണിറ്റി. സാറിന്റെ അവയർനെസ്സിൽ അങ്ങനെ ഇഫ് ഇറ്റ് ഇസ് ദീസ് എക്സാംസ് ആർ ഓപ്പൺ ഞങ്ങളെ ഒന്ന് ഇന്റിമേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ബിക്കോസ് ഞാൻ അതിന്റെ ലിങ്ക് പറയാം, പക്ഷെ ഇപ്പൊ അതിന്റെ സൈറ്റ് ഡൗൺ ആണ്. ഞാൻ ആ ലിങ്ക് പറഞ്ഞുതരാം. എപ്പോഴും അതൊന്നും നോക്കിയിരുന്നാൽ മതി. അത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എന്നാണ് എക്സാംസ് ഒക്കെ വരുന്നത്, നമുക്ക് അറിയാൻ പറ്റും. ഞാൻ ആ ലിങ്ക് ഇപ്പൊ കുറച്ച് ആ സൈറ്റ് ഡൗൺ ആണ്. നമ്മുടെ നിക്കിന്റെ സൈറ്റ് കുറച്ച് ഡൗൺ ആണ്.
because comparatively my team is very well informed and the opportunities are kondangile, and they're very sensitized. അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ they have a front end experience ഉണ്ട്. അപ്പം if they can get in with nothing like it. ജനറലി എനിക്ക് തോന്നുന്നുണ്ട് ഒക്ടോബർ നവംബറിലൊക്കെ നടക്കുന്ന എക്സാംസ് ആണ്. പക്ഷെ ഇന്നിപ്പോ ഈ കണ്ടീഷനിൽ അത് നടക്കുമോ നടക്കില്ലെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കുറെ എക്സാംസ് അങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ട് അല്ലെ, കുറെ ക്യാൻസൽ ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയാം, ഞാൻ ക്ലിയർ ആയിട്ട്. പിന്നെ വേറെ ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. ലൈക്ക് ഇപ്പം സാറ് പറഞ്ഞു, ഇപ്പൊ നമ്മുടെ പിള്ളേർക്കൊന്നും ഈ ഇതുപോലെ 500-1000 രൂപ കൊടുത്ത് വലിയ വലിയ ഡ്രഗ്സ് വാങ്ങാൻ പറ്റില്ല. സോ ദേ യൂഷ്വലി യൂസ് പെട്രോൾ, ഡീസൽ, അല്ലെ മണ്ണെണ്ണ, അതിനുള്ള അവര് വൈറ്റ്നർ പോലുള്ള സാധനം. സോ ഇതിനെ നമ്മൾ ഏത് ഗ്രൂപ്പിലാണ് പെടുത്തുന്നതെന്നുള്ളത്, അതായത് അതിന് നമുക്ക് എന്തെങ്കിലും ഇപ്പം അത് സബ്സ്റ്റൻസ് ആയിട്ട് അത് ചെയ്യുന്നതിന് അല്ല ഇത് ചെയ്യാൻ പഠിപ്പിക്കുന്നതിന് എന്തെങ്കിലും ലൈക്ക് അങ്ങനെ എന്തെങ്കിലും? അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ അത് കാരണമാണ് ഇതിനെ സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് ഇപ്പൊ വിളിക്കുന്നത്. ഇപ്പൊ ഡ്രഗ് അബ്യൂസ് മാറി, വേർഡൊക്കെ മാറി. ഇപ്പൊ അത് കാരണമാണ് നമ്മൾ സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് വിളിക്കുന്നത്. ആ സബ്സ്റ്റൻസ് അബ്യൂസിലാണ് ഇതൊക്കെ പെടുന്നത്, വൈറ്റ്നർ ഇത് അതൊക്കെ പെടുന്നത്. പക്ഷെ നമ്മളിത് ഞാൻ പലപ്പോഴും ആലോചിക്കും, നമ്മളിത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ തെറ്റാണോ ചെയ്യണമെന്ന് ഞാനും ആലോചിക്കാറുണ്ട്. ബിക്കോസ് പിള്ളേർക്ക് ഇതിനെപ്പറ്റി ധാരണയില്ല അല്ലെ. പിള്ളേര് ഗ്രാസ്പ് ചെയ്യുന്ന പിള്ളേരാണെങ്കിൽ അവര് നല്ല രീതിയിൽ മനസ്സിലാക്കും ഈ സാധനങ്ങളൊക്കെ പൊട്ടയാണെന്ന് മനസ്സിലാക്കാം. പക്ഷെ 1-2% പിള്ളേര് നമ്മളിത് പറഞ്ഞു കൊടുത്താൽ ചിലപ്പോ ഇത് സാധനം പോയി ഉപയോഗിക്കും. വേറെ ഈ കിട്ടിയില്ലെങ്കിൽ അവർ ഈ ഡയറക്ട്ലി പോയി സാധനം. അപ്പൊ നമുക്കൊരു പേടിയുണ്ട്. പക്ഷെ വി കാൺട്ട് വെയിറ്റ് ഫോർ ദാറ്റ്. നമുക്കിത് പറഞ്ഞു കൊടുത്തേ പറ്റൂ. ഇത് സബ്സ്റ്റൻസ് അബ്യൂസിൽ വരുന്ന ഒരു സാധനങ്ങളാണ്. അപ്പൊ അത് ആ രീതിയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. സാറ് പറഞ്ഞ മാതിരി when we started putting the content together, ശാലിനി ഇവിടെ ഉണ്ട്, നമ്മൾ ഈ ഒരു ഏരിയയില് ഇൻഡൾജ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ നോക്കി നമ്മൾ കുറെ അതിനെ ഡിബേറ്റ് ചെയ്തായിരുന്നു. പക്ഷെ സാറ് പറയുന്ന മാതിരി തന്നെ we are now obliged to give them that information because they are misled. മിസ്ലീഡ് ചെയ്യുന്നതാണ് പാതി ഇൻഫർമേഷൻ. ഇപ്പൊ ഇന്റർനെറ്റിൽ പോയി കിട്ടാത്ത ഒരു കാര്യവും ഇല്ല. ഇപ്പൊ ചുമ്മാ തപ്പിക്കഴിഞ്ഞാൽ തന്നെ എല്ലാം എങ്ങനെയാ എന്താന്ന് വരെ, പ്ലാസ്റ്റിക് കവർ വരെ മിസ്യൂസ് ചെയ്യുന്ന എങ്ങനെയാന്ന് ഡീറ്റെയിൽസ് ഉണ്ട്. പക്ഷെ ആസ് എ ടീം നമ്മളൊരു റെസ്പോൺസിബിലിറ്റി എടുത്ത് അതിനെ അത് ഏത് രീതിയിൽ അവതരിപ്പിക്കണം എന്നുള്ളതാണ് നമ്മള് ഇപ്പം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോ നമുക്ക് പറയാം ഇതിന്റെ ദോഷങ്ങളൊന്നും പറഞ്ഞു കൊടുത്താൽ ഇത് ഉപയോഗിക്കുമ്പോ അങ്ങനെ ഒരു ദോഷം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് നിലവിലുണ്ട് എന്ന് പറയാൻ പോണ്ട. നമുക്ക് ഉണ്ട്, അപ്പൊ ഇതൊക്കെ ഉപയോഗിച്ചാൽ പ്രശ്നങ്ങളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ അവരോട് പറയുന്നത്. നമ്മള് ഇത് ശരിക്കും നമ്മൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിലും പിള്ളേർ ഇന്ന് നെറ്റിൽ എല്ലാം കാണുന്നുണ്ട്. 5 വയസ്സായ പിള്ളേര് പോലും 5 വയസ്സ്, ഇപ്പൊ പിള്ളേർ ജനിക്കുമ്പോൾ തന്നെ ഇതൊക്കെ ആയിട്ടാണ് നടക്കുന്നത് അല്ലെ. കുട്ടികൾ തരുമ്പോൾ തന്നെ മൊബൈൽ കൊടുക്കും. അപ്പോ ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഒരു പരിധി വരെയാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഞാൻ അതല്ല പറഞ്ഞത്, നമുക്ക് കേർബ് ചെയ്യാൻ പറ്റും. ഒരു ഇറാഡിക്കേഷൻ ഇസ് ടോട്ടലി ഇമ്പോസിബിൾ. നമുക്ക് കർബ് ചെയ്യാൻ പറ്റും, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോ ഞാൻ പറഞ്ഞില്ല 100-ലെ ഒരു 10-15 പിള്ളേർ ഇങ്ങനെ ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 2-3 പിള്ളേരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവര് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ശരിക്കും നമ്മുടെ ഒരു വിക്ടറിയാണ് അത് അല്ലെ. എല്ലാവർക്കും നമ്മൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയില്ല. ബട്ട് വി ഹാവ് ടു ട്രൈ അവർ ലെവൽ ബെസ്റ്റ്. നമുക്ക് ചെയ്തേ പറ്റൂ. അല്ല സർ, ഒരു ഡൗട്ടും കൂടെ. യൂഷ്വലി ഇപ്പം നമ്മളെ സ്കൂളിലൊക്കെ കാണുന്നതാണ്, ഏതെങ്കിലും ഒരു കൊച്ചിനെ ഡ്രഗ്സ് ഉപയോഗിച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് വേണ്ട കൗൺസിലിംഗ് അല്ലെ ഡി അഡിക്ഷനാ വേണ്ടെങ്കിൽ അതിലേക്ക് റെഫർ ചെയ്തിടും. ഇവിടെ ഒരു കൊച്ചു സബ്സ്റ്റൻസ് അബ്യൂസ് ചെയ്ത് പിടിക്കുവാണെങ്കിൽ അതിന് അങ്ങനെ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ കൊച്ചിനെ അതിന് പുറത്ത് കൊണ്ടുവരാനായിട്ട്? ലൈക്ക് ഇങ്ങനെ പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. മെഡിക്കേറ്റഡ് പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല, ഇതന്നെയാണല്ലോ ഒരു മെഡിക്കേറ്റഡ്. അതിന് ഇപ്പൊ ഫെവിക്കോള് എന്തെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു കെമിക്കൽ അതിലല്ലാണ്ടിരിക്കില്ല. അതിനൊരു ആന്റി കെമിക്കൽ ആവും അവർ അവിടെ കൊടുക്കുന്നത്. ഇപ്പൊ ഫെവിക്കോൾ ഉപയോഗിക്കുന്നുണ്ട്, വൈറ്റ്നർ ഉപയോഗിക്കുന്നത്. ഈ വൈറ്റ്നർ ഒക്കെ അതിൽ ഉപയോഗിക്കുമ്പോ ബെൻഡാസൈപ്പൈഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ സാധനങ്ങളൊക്കെയാണ് വരുന്നത്. നമ്മൾ പറയില്ലേ പെയിന്റിങ്സിന് പെയിന്റ് ചെയ്യാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഈ മരുന്നുകളാണ് വരുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു ആന്റി കെമിക്കലാണ് കൊടുക്കുന്നുണ്ടാവുക അവിടെ. അപ്പോ ഈ സാധനങ്ങളും പിടിച്ചാലും ഈ സാധനങ്ങൾ അഡിക്ഷൻ ആയാലും അതിന് മരുന്നുണ്ടാവും അവിടെ, എന്തായാലും അവിടെ ഉണ്ടാവും. ബേസിക്കലി അവര് പിപ്രോണോർഫിൻ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ്
ഈ അഡിക്ഷൻ ലെവലൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ സബ്സ്റ്റൻസ് അബ്യൂസിനും എന്തെങ്കിലും അവിടെ ഒരു മരുന്ന് ഉണ്ടാവും. ബിക്കോസ് ഇത് കണ്ടെയ്ൻ ചെയ്യുന്നത് ഇതിലും കെമിക്കൽസ് അല്ലേ, വേറെ എന്തായാലും ഇപ്പൊ പെട്രോൾ ആയാലും ഡീസൽ ആയാലും ഒരു രീതിയിലും രാസവസ്തുവാണ് അതിന്. അപ്പൊ അതിനെ കൗണ്ടർ ചെയ്യാനുള്ള മെഡിസിൻ അതിൽ അവിടെ ഉണ്ടാവും. അപ്പൊ അതെന്തായാലും ആ മരുന്ന് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ഈ ട്രഡീഷണൽ ഡ്രഗ്സിന്റെ ഒരു മെത്തേഡ് ആയിരിക്കില്ല എന്ന് മാത്രം. ഓപ്പിയോയിഡ്സ് അതിന് വേണ്ടിയിട്ടുള്ള ഉപയോഗിക്കുന്ന ഇതായിരിക്കില്ല, കുറച്ച് വ്യത്യാസം ഉള്ള മരുന്നുകളാവും അതിന് ഉപയോഗിക്കുന്നത്. സാർ ഇനി ഒരു ഡൗട്ടും കൂടി, റിയലി സോറി. LSD നമ്മളിപ്പം യൂഷ്വലി ഞങ്ങളും സ്കൂളിൽ പോകുമ്പോൾ LSD പറ്റി പറയാറുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഒരു ഡൗട്ടാണ്, LSDയുടെ പണിഷ്മെന്റ് എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്? LSD പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ എമൗണ്ട് കൂടുതലോ കുറവോ അത് വെച്ചിട്ടാണോ? എന്താ അതിന്റെ പണിഷ്മെന്റ്? ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന പണിഷ്മെന്റ് എന്താണ്? LSD 0.01 ഗ്രാമിന് പോലും ഹെവി പണിഷ്മെന്റ്. LSD 2-3 സ്റ്റാമ്പ് കിട്ടിയാൽ പോലും കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ആണ് അത്. ബിക്കോസ് നമ്മൾ പറയില്ലേ 0.001 ഗ്രാം എന്നൊക്കെ പറയുമ്പോ, എനിക്ക് എക്സാക്ട് ക്വാണ്ടിറ്റി ഞാൻ ഇപ്പൊ പറയുന്നില്ല, എനിക്ക് അത് ശരിക്കും ഓർമ്മയില്ല. പക്ഷെ ഇത്രയും ക്വാണ്ടിറ്റി അത് പോലും കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയിൽ വരുന്ന സാധനമാണ്. അപ്പോ LSD ഒരു 5 സ്റ്റാമ്പ് പിടിച്ചാലും 4-5 സ്റ്റാമ്പ് പിടിച്ചാലും അത് കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയിലേക്ക് കയറാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. മനസ്സിലായില്ലേ? അപ്പോ എപ്പോഴും അത് ഒരു കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കേസസ് ആയിട്ട് തന്നെ എടുക്കുള്ളൂ. 2-3 സ്റ്റാമ്പ് പറയുമ്പോഴും ഇറ്റ് ഈസ് മോർ, നമ്മൾ പറയില്ലേ, അതർ ഡ്രഗ്സ്. 3-4 സ്റ്റാമ്പ് വെച്ച് പിടിച്ചാലും അതൊരു പൊട്ടൻഷ്യലി ഡേഞ്ചറസ് ആയ കാരണം അതിൽ പണിഷ്മെന്റ് കുറച്ച് ഹാർഷാണ്. സാറേ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് സാറേ. ഒരു ജനറൽ ഒരു തെറ്റിദ്ധാരണയോ ഒരു മിസ്കൺസെപ്ഷനോ എന്തോ ആണ് ഈ യൂത്തിന്റെ ഇടയ്ക്ക് അവര് LSD ഭയങ്കര നിസ്സാരമായിട്ടാണ് കാണുന്നത്. അത് 1-2 പ്രാവശ്യമൊക്കെ ഉപയോഗിച്ചാലും കുഴപ്പമില്ല, അഡിക്ഷൻ വൺ ടൈം അഡിക്ഷൻ ഇല്ല ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ എങ്ങനെയാ സാറേ അതിനൊരു ക്ലാരിറ്റി വരുന്നത്? വളരെ ഒരു കോമൺ ആയി ഭയങ്കര ലൈറ്റ് ആയിട്ടാണ് അവർ LSD കുറിച്ച് സംസാരിക്കുന്നത്. അത് മിത്താണ്. അത് ജനറലി ഞാൻ ഒരു കാര്യം പറയാം. ശരിക്കും അതൊരു ഹാലൂസിനേഷൻ എഫക്റ്റ് ഉള്ള സാധനമാണ്. LSD എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് റിയാലിറ്റിന്ന് കട്ട് ചെയ്തിട്ട് ഒരു ഫോൾസിഫൈഡ് വേൾഡിലേക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങളാണ്. അപ്പോ അതിന്റെ അഡിക്ഷൻ തീർച്ചയായിട്ടും എപ്പോഴും ഒരു ഡോസ് എടുത്താൽ അത് മാറും എന്നൊരു ഇത് വേണ്ട, ആർക്കും ധാരണ വേണ്ട. അത് തെറ്റായ ധാരണ തന്നെയാണ്, അതൊരു മിത്താണ്, അത് പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷെ വൺസ് ഇറ്റ് ഈസ് ടേക്കൺ ഇറ്റ് ടേക്സ് യു ടു എ ഡിഫറെന്റ് വേൾഡ്, ഫോൾസിഫൈഡ് വേൾഡ്, അല്ലെങ്കിൽ വേറെ റിയാലിറ്റിന്ന് കട്ട് ചെയ്ത് വെക്കുക വേറൊരു വേൾഡിലേക്ക് കൊണ്ടുപോകും. ആ വേൾഡിലേക്ക് പോയി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും തിരിച്ച് ആ സ്വർഗലോകത്തിലേക്ക് ചെല്ലണം, അല്ലെങ്കിൽ ഹാലുസിനേഷൻ എഫക്റ്റിലേക്ക് ചെല്ലണം എന്ന് ഒരു മാത്രം മറ്റേ ആവശ്യം അയാൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ അഡിക്ഷൻ ഷുവറാണ് അതിൽ, യാതൊരു ആ ധാരണയെ തെറ്റാണ്. ഒരു ഡോസ് 2 ഡോസ് എടുത്തു കഴിഞ്ഞാൽ അത് മാറും, അത് വളരെ തെറ്റാണ്. അത് ഞങ്ങളുടെ ടീമിന് അത്യാവശ്യമായിട്ട് കേൾക്കേണ്ട ഒരു കാര്യമായിരുന്നു. അത് പലർക്കും ഭയങ്കര ഒരു ഡിബേറ്റ് ഇഷ്യൂ ആയിരുന്നു. എനിവേ താങ്ക് യു സർ ഫോർ ഷെയറിംഗ്. ബിക്കോസ് വൺസ് യു ആർ ഇൻ ടു ഹെവൻലി വേൾഡ് പറഞ്ഞ ഒരു സ്വർഗലോകത്തിലേക്ക് പോയ ഒരു ധാരണ നമുക്കുണ്ടെങ്കിൽ അത് വിട്ടു പോരാൻ തോന്നില്ലല്ലോ. ഒരിക്കൽ റിയാലിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും അതിലേക്ക് പോകണമെന്ന് തോന്നും, വീണ്ടും ഡോസ് കൂട്ടും. ഇത് വളരെ തെറ്റായ കാരണം. പിന്നെ അതില് പ്രത്യേകത എന്ന് പറയുമ്പോൾ, ഞാനൊരു പയ്യനെ നമ്മളൊരു പിടിച്ചിട്ടുണ്ടായിരുന്നു ഈ LSD ആയിട്ട്. അപ്പോ ആ പയ്യൻ പറയണത്, ഞാൻ ഈ LSD ഉപയോഗിച്ചു കഴിഞ്ഞാൽ എനിക്ക് സോണി ടിവിയിൽ കാണുന്നേക്കാൾ ക്ലാരിറ്റിയാണ് ഒരു സാധനങ്ങൾ കാണുമ്പോൾ. ഹൈ ഡെഫിനിഷൻ TV എന്ത് ക്ലാരിറ്റി തരുന്നു അതിനേക്കാൾ ക്ലിയർ ആണ് സാധനങ്ങൾ കാണാം. അപ്പൊ ഈ ഒരു മിഷനൊക്കെ ആയിട്ടാണ് ആൾക്കാർ നടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അവന് സോണി ടിവിനേക്കാൾ ക്ലാരിറ്റിനേക്കാൾ കൂടുതൽ എന്താണ് കാണാനുള്ളത്? ഇതൊക്കെയാണ് അവര് പറയുന്നത്. ജനറൽ പക്ഷേ അഡിക്റ്റീവ് ഡ്രഗ് അല്ലാത്തത് ഒരു ഡ്രഗ് ഉണ്ട്, അത് നമ്മൾ പറയാം. അത് കൊക്കൈൻ ഒരു അഡിക്റ്റീവ് ഡ്രഗ് അല്ല. കേൾക്കുന്നുണ്ടോ? ജനറൽ കൊക്കൈൻ എപ്പോഴും നമ്മൾ പറയില്ലേ, ഇറ്റ്സ് എ ഡേഞ്ചറസ് ഡ്രഗ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ അഡിക്റ്റീവ് ഡ്രഗ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അത് സെലിബ്രിറ്റീസിലൊക്കെ എടുക്കുന്നുണ്ട്. സെലിബ്രിറ്റീസ് ഒക്കെ എടുക്കുന്ന സാധനമാണ് അല്ലെ.
എപ്പോഴെങ്കിലും അവർ അത് എടുക്കുകയാണെങ്കിൽ they can't continue with their work. അല്ലെ? അത് ഒരു പെർമനന്റ് ഇതല്ല, അതൊരു ടെമ്പററി റിലാക്സേഷൻ തരുന്ന ഒരു ഡ്രഗ് ആണ്. ഇറ്റ്സ് നോട്ട് ആസ് അഡിക്റ്റീവ് ആസ് അതർ ഡ്രഗ്സ്. അല്ലെങ്കിൽ ഹെറോയിൻ ആണ് കൂടുതൽ. പക്ഷെ നമ്മൾ പറയും കൊക്കൈൻ അതിന്റെ ഇത് കളയല്ല പറയല്ല നമ്മള്, പക്ഷെ ജനറലി ഇറ്റ്സ് നോട്ട് സോ അഡിക്റ്റീവ് ആസ് അതർ ഡ്രഗ്സ്. പൊട്ടന്റ് ആണല്ലോ, അതിന്റെ ഡോസ് കൂടിയാലും ഓവർഡോസ് ആയിട്ട് നമ്മൾ മരണം വരെ സാധിക്കുമല്ലോ. ഓവർഡോസിലൊക്കെ സാധിക്കും, ഓവർഡോസിലൊക്കെ തീർച്ചയായിട്ടും സാധിക്കും. ഞാൻ പറയുന്നത് അതല്ല, നമ്മൾ ബാക്കിയുള്ള ഡ്രഗ് ഡിപെൻഡൻസി കുറവാണ്, പക്ഷെ ഫേറ്റാലിറ്റി കൂടുതലുണ്ട്, മരണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സെലിബ്രിറ്റീസ് ഒക്കെ പക്ഷെ ഇപ്പൊ പറയുന്നത് ഈ ഫേറ്റാലിറ്റി അല്ല, ഈ ഡിപെൻഡൻസി കുറയുന്ന ഡ്രഗ് ഇൻ എ സെൻസ് മോർ ഫേറ്റൽ ബിക്കോസ് people think don't know the measure affected by it, they can take more. അങ്ങനെയാണ് overdose death മിക്കവാറും നടക്കും. absolutely correct ആണ്. Just a question. I was told people who are more people who have accessible to these drugs are in danger of addiction more, like surgeons and people working in the drug related job. Is that so? Because of the mere accessibility, the dangers of addiction is much higher. illa it's not so. It's not so. Because I had read that most of the surgeons get into this habit because very easy access to it. But I have not seen any such cases, and I cannot comment on that. But it's not true. There may be some marginal alkaraki indavam. Means nammal parayile sir, when we get when for relaxation purposes, some of them may be using it. Adana namukku parayan pattilla. It cannot be ruled out. But we have not come across ingante oru cases nammal kandittilla. Appo nammade idil enna work cheyana alkar, no one like this. No cases we have like such cases we have not come across. Also, Venu sir, I was very happy to hear that boy recovered. Sir, ipo oru recovery de case varnillarunnu. ഞാൻ പറഞ്ഞില്ലേ അന്ന്, ഞാൻ മാഡത്തിനോട് എപ്പോഴും വിളിക്കാറില്ലേ ഇങ്ങനെ ഒരു കേസ് ഉണ്ടെന്ന്. He has recovered, he is working with some IT sector. Oh, that is such a good news because നമുക്ക് അധികം റിക്കവറീസ് കേൾക്കാറില്ല. അങ്ങനെയുള്ളപ്പോൾ പക്ഷെ ആ റബ്ബാന്ന് പറഞ്ഞ പയ്യൻ അത് അവൻ ശരിയായില്ല, എനിക്ക് തോന്നുന്നില്ല അവൻ ശരിയായൊന്നും. ഞാൻ നിങ്ങൾ തന്നെ പറഞ്ഞിട്ട് ഞാൻ അവരെ വീട്ടിലേക്കൊക്കെ പോയിട്ടായിരുന്നു. ആ കുട്ടി ബാക്ക് ടു വേഴ്സ് ആയി കേട്ടോ. നിബ്രാസ് എന്ന് പറയുന്ന ഒരു കുട്ടി. യെസ്, അതെ, അത് ഞങ്ങളുടെ കൈവിട്ട് പോയ കേസാണ്. അവന് ട്രൈ ചെയ്യണ്ടായിരുന്നു. ഫ്രാൻസി വാസ് വെരി മച്ച് ബിഹൈൻഡ് ദാറ്റ് കേസ്. ബട്ട് ദാറ്റ് ഈസ് ദ റിയാലിറ്റി ഓഫ് ദിസ് അഡിക്ഷൻ. അല്ലേ, എന്ത് ചെയ്യും? We are talking about cases that are really 3, 4, 5 years old. That it's nostalgic. It's taking us seriously. Yes. Actually, I was trying to get into Chennai, but my transfer has not been considered yet. Maybe after 2 years, I will again come back. നമുക്ക് പറയാൻ പറ്റില്ല. Sure. ഹൈദരാബാദിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു ടീം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. We will be glad to connect you with that agency. Okay. Darshan, will you please connect Venu sir to that team from Hyderabad? Yeah, I'll do that. They came to study us. ഞങ്ങളുടെ കൂടെ കുറെ 2-3 days spend ചെയ്തു. They are very serious about their work. But they work in the very slum and in a high density area. Our population itself is risk population. Okay. Sarah, to connect in you're at least you extend beyond your job protocol and function. Connect again, sir. Our training and they will be glad to
have your assistance. So Darshanod on Nino take the contact. Nino team at connected anengil team sarne on introduce ചെയ്തു കൊടുക്കുക. ഒരു Catholic institution ആണ്, priest run ആണ് കേട്ടോ. Okay. But they work in the grassroots very strongly. ഞങ്ങളിലും എന്നാ പറയുന്ന pathetic environmentsലൊക്കെയാണ് അവർ വർക്ക് ചെയ്യുന്നത്. അതെ. Anything else, team? വേറെ എന്തെങ്കിലും ഉണ്ടോ? സർ ഒരു റിക്വസ്റ്റ് ആണ് സർ. ഇപ്പം കുറെ സക്സസ് സ്റ്റോറീസും അല്ലെ കുറെ പിള്ളേരെ ലൈഫ് സർ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരെ. സോ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഞങ്ങളോട് വന്ന് ഇങ്ങനത്തെ 2 ദിവസം സ്റ്റോറീസ് ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഞങ്ങൾക്കും ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരിക്കും. ബിക്കോസ് ഞങ്ങൾ അറിയുന്നതിനേക്കാൾ കൂടുതൽ സാറിന് ഈ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ട്. എല്ലാവരോടും സംസാരിക്കും. ഞങ്ങളോട് അതൊന്ന് ഷെയർ ചെയ്യാം. Sir. Somebody is talking. Hello. സർ കേൾക്കുന്നുണ്ട്. സർ പറഞ്ഞോ. എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് കുറച്ച് ഒരു ചെന്നൈ ഓഫീസിൽ നിന്ന് കോൾ ഉണ്ട്. ഞാനൊന്ന് ஐயா திரும்பி கூப்பிடுறேன். I will talk to you again. Okay, yes sir. Yes. Okay, അല്ല ഞാനേ അപ്പൊ can I leave because നമുക്കൊരു കോൾ വരുന്നുണ്ട് ചെന്നൈന്ന്. Okay, thank you very much. Thank you. Darshan, you can stop the recording.